ഈ ഗുജറാത്തിലെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. അതിപ്പോഴും മാറിയിട്ടില്ല. കാരണം ഈ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ ഇപ്പോൾ കണ്ടെടുത്തപ്പോൾ അതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. ഇനി എന്തായിരിക്കും നീക്കം? ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുകയും അതിലെ ഭാഗികമായിട്ടെങ്കിലും അതിലെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അത് വിദേശത്ത് അയച്ച് പരിശോധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിദേശത്ത് അയച്ച് പരിശോധിക്കേണ്ടതില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട സിവിൽ ഏവിയേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കാരണം അമേരിക്കൻ സംഘം ഉൾപ്പെടെ ഇവിടെ പരിശോധന നടത്തുകയാണ്. എന്നിട്ട് പോലും അല്ലേ കൃത്യമായൊരു വിവരം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. അതെ, അത് ഈ ബ്ലാക്ക് ബോക്സിലാണ് സാധാരണ നിലയ്ക്ക് വിമാനത്തിൻ്റെ അപകടത്തിന് കാരണമാകുന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കപ്പെടുന്നത്. കാരണം ഈ വിമാനം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് ഈ ബ്ലാക്ക് ബോക്സിൽ എല്ലാ വിവരങ്ങളും ശേഖരിക്കപ്പെടുകയാണ്. ആ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി എന്തൊക്കെ മാരകമായ പ്രഹരങ്ങളേറ്റാലും അത്ര വലിയ തീപിടുത്തമുണ്ടായി താപം ഉയർന്നാലും ഈ ബ്ലാക്ക് ബോക്സിന് കേടുകളുണ്ടാകില്ല. ബ്ലാക്ക് ബോക്സിനകത്താണ് ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മലപ്പുറത്ത് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം, മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ആ കരിപ്പൂരിൽ വിമാനാപകടം ഉണ്ടായപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ബ്ലാക്ക് ബോക്സ് വിദേശത്തയച്ച് പരിശോധിച്ചു, അമേരിക്കയിൽ അയച്ച് പരിശോധിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ AAIB ഡയറക്ടർ ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, അമേരിക്കൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്, ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ചൊവ്വാഴ്ച ഇത് പരിശോധിക്കാൻ ആരംഭിച്ചത്. ഈ വിമാനം അഹമ്മദാബാദിലെ ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങിയാണ് ഈ അപകടമുണ്ടായത്. ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ആ കെട്ടിടത്തിൻ്റെയും വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ ബ്ലാക്ക് ബോക്സ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ ലഭിച്ച വിവരങ്ങൾ ഈ സംയുക്ത സംഘം പരിശോധിച്ചു. അത് ഒറ്റയ്ക്കും കൂട്ടായും പരിശോധിച്ചിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൂർണ്ണമായും തകർന്ന ഈ ബോക്സുകളിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കാനാകില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധനയ്ക്ക് വിദേശത്ത് അയച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഇത് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ, ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരങ്ങൾ തന്നെ അവിടെയും കിട്ടുകയുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ അവർക്കും ലഭ്യമാക്കാനാവുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇത് വളരെ വലിയ സാങ്കേതിക പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണ് ഈ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട്. നമുക്ക് തന്നെ അതിൻ്റെ ദുരൂഹതകളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികമായിട്ട് നമുക്ക് വലിയ സങ്കീർണമാണ് വിഷയം. അതിൻ്റെ ഈ ടെക്നിക്കൽ ടേംസ്, സാങ്കേതിക പദങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നല്ല സാധാരണക്കാർക്ക്. അതുകൊണ്ട് തന്നെ അത് ഒരു തീവണ്ടി അപകടമോ അല്ലെങ്കിൽ ഒരു ബസ് ആക്സിഡന്റോ ഒക്കെ ഉണ്ടാകും. ഈ ആധുനിക കാലത്ത് പോലും ഇത്രയും സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച ഈ കാലത്ത് പോലും എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കൃത്യമായി എന്താണ് അന്ന് സംഭവിച്ചത്? ആ വിമാനത്തിന് ഇത്രയും പേരുടെ മരണത്തിന് കാരണമായ കാര്യം അതിനകത്ത് ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അവരുടെ ഈ സിവിൽ ഏവിയേഷൻ വകുപ്പിന് ഇതിൻ്റെ ഈ സുരക്ഷാ കാര്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ അതെല്ലാം പാലിക്കുന്നുണ്ട്. ഒരു വിമാനത്തിന് പറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കുറേ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമാക്കിയാൽ മാത്രമേ അത്, നമ്മൾ പറയുമല്ലോ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയായ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സമ്പൂർണ്ണമായ സുരക്ഷാ പരിശോധനയും കഴിഞ്ഞാണോ വിമാനം സർവീസിനായിട്ട് പോയത്? അതൊന്നാമത്തെ ചോദ്യം. അതിനൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യോമയാന മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഡൽഹിയിലെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ AAIB, അതിൻ്റെ ലാബിലാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വിദേശത്ത് അയച്ച് പരിശോധിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ആ സാങ്കേതിക വിദ്യ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇവിടെ പരിശോധിച്ചാലും മതി.
അപ്പോൾ ഇവരുടെ ലാബ് വളരെ കുറ്റമറ്റതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ലാബിലാണ് ഈ കോക്പിറ്റിൽ പൈലറ്റ് ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന കോക്പിറ്റ് എന്നാണല്ലോ അതിന് പറയുന്നത്. ആ കോക്പിറ്റിലെ ശബ്ദരേഖ അവിടെ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ, അത് ഈ മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്ന്, ബ്ലാക്ക് ബോക്സ് ഒന്നിലധികം കാണും, എനിക്കൊന്ന് 2 or 3 ബ്ലാക്ക് ബോക്സുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ക്രാഷ് പ്രൊട്ടക്ഷൻ മോഡ്യൂളും സുരക്ഷിതമായി വീണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള പിന്നെ എന്താ പറയുക, പരിശോധന പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ മെമ്മറിയിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് ഇവിടുത്തെ ലാബിൽ പരിശോധിച്ചാൽ പോരാ, വിദേശത്തയച്ചും പരിശോധിക്കണം എന്ന ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതിനോട് ഈ AAIB, കാരണം കേന്ദ്രമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ടല്ലേ, പല ഭാഗത്തു നിന്നും പല വിമർശനങ്ങൾ ഉണ്ടാകുന്നു, ദുരൂഹതയുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ നാം പറയുമ്പോഴും ഇത് ആരുടെ വീഴ്ചയാണ്? ഇത് എന്തായാലും ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അട്ടിമറി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തെ കൃത്യമായ വീഴ്ച. ആ വീഴ്ച അല്ലെങ്കിൽ അട്ടിമറി എത്രയും വേഗം കണ്ടുപിടിക്കേണ്ടത് ഈ മരിച്ചവരുടെ കുടുംബത്തിൻ്റെ കൂടെ ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ മാത്രമല്ല, സർക്കാരിന് ഉത്തരം പറയേണ്ടി വരും. ഇതൊക്കെ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ വരും, അവിടെ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ നാളെ കോടതിയിൽ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ കോടതി ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അപ്പോൾ എന്തുകൊണ്ട് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ളതിന് സർക്കാരിന് കൃത്യമായ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അത് സർക്കാർ പറയുകയും ചെയ്യും. അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ നേരിട്ടെത്തി ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ഇത് വിദേശത്ത് അയക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വേണമെങ്കിൽ വിദേശത്ത് അയച്ച് നമുക്ക് പരിശോധിക്കാം, പക്ഷേ ആ ഫെസിലിറ്റി ഇന്ത്യയിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിദേശത്ത് അയക്കണമെന്നില്ല. പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടും ഈ പറയുന്നത് പോലെ ഈ എതിർഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളുടെ മുനയൊടിക്കാനും വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് ഇത് ഉപയോഗിക്കപ്പെടും. അപ്പോൾ അവിടെ പറഞ്ഞു നിൽക്കാൻ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീജിത്ത് ചോദിച്ച ചോദ്യത്തിന് വലിയ ഒരു പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് ഈ അപകടമുണ്ട്? ഇതൊരു അട്ടിമറിയാണോ അതോ ഇത് വെറും ഒരു അപകടമാണോ? യാദൃശ്ചികമായിട്ടുണ്ടായിരുന്ന ഒരു അപകടമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് അട്ടിമറിയാണോ എന്നുള്ളത് ഇതിൻ്റെ അന്വേഷണ സംഘമാണ് ഉത്തരം പറയേണ്ടത്. അതിന് വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഒരു പിഴവില്ലാത്ത വിധം അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് അട്ടിമറിയാണോ അല്ലയോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ യാദൃശ്ചികമായൊരു അപകടമാണോ? യാദൃശ്ചികമായ അപകടമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഒരു വിമാനം സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ മുഴുവനും പരിശോധിച്ച് പൂർത്തിയാക്കി എല്ലാം അപ് ടു ഡേറ്റ് ആണ്, എല്ലാം 100% ശരിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നിടത്ത് വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ വേണ്ടത്ര പരിശോധനകളില്ലാതെ, വേണ്ടത്ര വിലയിരുത്തലുകൾ നടത്താതെ ഈ യന്ത്രഭാഗങ്ങൾ, വിമാനത്തിൻ്റെ യന്ത്രഭാഗങ്ങളടക്കം പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കാതെ വിമാനം സർവീസിന് പോയതാണെങ്കിലോ? അങ്ങനെ സംഭവിച്ചുകൂടായികയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് ഇനി എത്രത്തോളം ഈ കാര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ AAIB അവർ എത്ര ആഴത്തിൽ അത് അന്വേഷിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അധികൃതർക്ക് ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പാർലമെൻറ്റ് സമ്മേളനത്തിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നമുക്ക് മാറ്റി നിർത്താം, പക്ഷേ വലിയ ശക്തമായ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരും. പാർലമെൻറ്റിൽ അതിനൊക്കെ കേന്ദ്ര വ്യോമയാന മന്ത്രി മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലാക്ക് ബോക്സിനകത്തുള്ള ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ അതിന് മുമ്പ് ഈ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ വിമാനം പറന്നു തുടങ്ങുമ്പോൾ തൊട്ടുള്ള, അത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നു, പരിശോധനകൾ കൃത്യമായിട്ട് പൂർത്തിയായോ, ഈ പൂർത്തിയായി എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായിട്ട് രംഗത്ത് വരികയും ഇപ്പോൾ വിമാനങ്ങളുടെ പരിശോധന വളരെ കർക്കശമായിട്ട് നടക്കുകയും ഈ അഹമ്മദാബാദ് സംഭവത്തിന് ശേഷം നടക്കുകയും ചെയ്യുന്നുണ്ട്.
അതെല്ലാം വിരൽ ചൂണ്ടുന്നത് എവിടെയോ എന്തൊക്കെയോ പിഴച്ചു. അതൊരു അട്ടിമറിയാകാം, അല്ലായിരിക്കാം, യാദൃശ്ചികമായ അപകടമാകാം. പക്ഷെ ആ യാദൃശ്ചികയ്ക്കകത്തും പിഴവുകളുണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ നൽകുന്ന സൂചന.